കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ട്. എന്തായാലും നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്നറിയില്ല. ഇന്നലെ നല്ല രസമായിട്ട് വരാഹമൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഏത് രൂപമാണെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനിയിപ്പോൾ 25-ാം തീയതി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. 25-ാം തീയതി ധാരാളം കല്യാണം, 254 കല്യാണം എന്തോ ഇപ്പം തന്നെ ബുക്കായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ 5 മണിക്കാണ് കല്യാണ മണ്ഡപം തുറക്കാറ്. പക്ഷേ ഇത് 4 മണിക്ക് തുറക്കും. കിഴക്കേ നടയിൽ 5 മണ്ഡപങ്ങളുണ്ടാവും. അതിലേക്കൊക്കെ കോയ്മമാരും എല്ലാവരും ഉണ്ടാവും. വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുപോലെ വൺ വേ ആണ് കിഴക്കേ നടയിൽ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ക്ഷേത്രത്തിനകത്ത് അടിപ്രദക്ഷിണവും അതേപോലെ ശയനപ്രദക്ഷിണമൊന്നും അനുവദിക്കില്ല. 25-ാം തീയതി, ഈ വരുന്ന 25-ാം തീയതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച്, നല്ല അഭൂതപൂർവമായ തിരക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് പോകാൻ പറ്റുന്നവർ, മാറ്റി വയ്ക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അതൊക്കെ മാറ്റി വെച്ച് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോയി തൊഴാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ദർശനമൊക്കെ കിട്ടട്ടെ. എന്തായാലും നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മൾ നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്ന് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ കൊടിമരമൊക്കെ കണ്ട് കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും സ്വർണം കെട്ടിയ അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മൾ നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറി ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കും ഒക്കെ കാണാം. വലതേ സൈഡിലെ ആദ്യത്തെ തൂണൊക്കെ നോക്കി കണ്ട് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. എന്നും മനോഹരം തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ എന്നാലും ഓരോ ദിവസം വ്യത്യാസമായിട്ട് ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ കഴിയല്ലേ നമുക്ക്. അതുതന്നെ ഒരു ഭാഗ്യമല്ലേ. കാണാൻ കഴിയുന്ന ആ ഒരു സമയം തന്നെയാണ് ഏറ്റവും വലുത്. നമുക്കപ്പോൾ ഈ നമ്മൾ കേൾവിയിലൂടെയെങ്കിലും കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാറുണ്ട്. 2 കാൽപാദങ്ങൾ അതിങ്ങനെ പൊന്തിയിട്ടുണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പട്ടുകോണൊക്കെ കൊടുത്ത് ആ ഊഞ്ഞാൽപ്പൊടി പൊന്നൂഞ്ഞാലുമിലിരുന്ന് ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. അതാണ് ഇന്നത്തെ ഒരു കാഴ്ച. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ കുഞ്ഞി കൈ കൊണ്ട്, ചെറിയ ഉണ്ണിയാണ്, കുഞ്ഞി ഉണ്ണി. 2 കുഞ്ഞി കൈകളിൽ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ആ ഊഞ്ഞാലിൻ്റെ വള്ളി 2 കൈ കൊണ്ടും മുറുകെ പിടിച്ചിങ്ങനെ ഇരുന്ന് ആടുക കേട്ടോ. ആ ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എന്ത് രസമാണെന്നറിയോ. ആ മുഖത്തെ പുഞ്ചിരി ഉണ്ടോ. ഞാൻ ഊഞ്ഞാലാടുക അമ്മേ എന്ന് പറയുന്ന പോലെ, യശോദാമ്മോട് പറയുന്ന പോലെ നമ്മളോടും പറയണു, ഞാൻ ഊഞ്ഞാലാടിയും കൊണ്ടിരിക്കുകയാണ്, ആർക്കെങ്കിലും ഊഞ്ഞാലാടണമെങ്കിൽ വന്നോളൂ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായൊരു കാഴ്ച. ആ ഉണ്ണിയുടെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, കഴുത്തിൽ വളയം പോലത്തെ മാലയുണ്ട്, പതക്കം പോലത്തെ മാല ഉണ്ട്, ഒരു മാങ്ങാമാല ഉണ്ട്, അരയിൽ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്, അരമണി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുടിമാല, തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലിയുണ്ട് കളഭം കൊണ്ട്. പിന്നെ തിരുമുടിമാല 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള പോലത്തെ. പിന്നെ ഉണ്ടമാല 1 എണ്ണമാണ്. അതും എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. പിന്നെ വിധാനമായിട്ട് 4-5 തുളസിമാലകൾ മുകളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ആ ഉണ്ണി ഇങ്ങനെ ഇരുന്ന്, ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉണ്ണി ഇരുന്ന് ഇങ്ങനെ ആടുകയാണ്. നമ്മളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ആ വരുന്ന എല്ലാ ഭക്തരെയും കണ്ട് അനുഗ്രഹം കൊടുക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയിലാണ്, ആ സോപാനപ്പടിയിലാണ്. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്നങ്ങനെ വിചാരിച്ചോളൂ മനസ്സുകൊണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ പോയി തൊഴുന്ന പോലെ തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ വന്ന് നമ്മൾ
സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയിലേക്ക് നോക്കുക, സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ അങ്ങനെ കാണാം നമുക്ക് ചെറിയ ഗണേശനെ അതൊന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് ആ ഗജേന്ദ്രമോക്ഷവും വാമനരൂപവും ഒക്കെ കാണാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നേരെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. ഇനിയിപ്പോൾ തൈപ്പൂയ ആവാറായി, 1-ാം തീയതിയാണ് തൈപ്പൂയം. അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടേക്ക് വരിക. ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ താമരക്കണ്ണനെയും കണ്ട് തൊഴാം. എന്നിട്ട് അങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ നല്ല തിളങ്ങുന്ന കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്ത അറയിലേക്കും അതേപോലെ മണിക്കിണറും കുറൂരമ്മ, നാരദർ, മേൽപ്പത്തൂർ വസുദേവരൊക്കെ ആ പീഠങ്ങളൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. അതിനുശേഷം നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ ദേവസ്വം താലപ്പൊലി ആയി തുടങ്ങിയിട്ടോ, 6-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആയി. അപ്പോൾ നമുക്ക് അമ്മയെ കാണാനായിട്ട് പോവാം. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ആ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെ ആവും. അത് കഴിഞ്ഞ് ഒന്ന് പ്രദർശനം ചെയ്ത് അങ്ങനെ വന്ന് നമ്മുടെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം, എന്നിട്ട് നമസ്കരിക്കാം. അങ്ങനെ നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഒന്ന് പ്രദർശനം ചെയ്ത് വന്ന് വീണ്ടും നമ്മൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നമ്മൾ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം ഉള്ള നാരായണാലയത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ചെറിയ ഉണ്ണിക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്നും പിന്നെ ഭഗവതി നടയിലും അതുപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിലും വന്നിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട്. അത് കഴിഞ്ഞ് തെക്കേ നടയിൽ വന്നിട്ട് ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും.
അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം കിട്ടാൻ വേണ്ടി, ആ പ്രാർത്ഥനകൾ സഫലമാവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.